ഓ മാറങ്ങോട്ട്. ഇതൊരെണ്ണുള്ള ബാക്കിയൊക്കെ എടി എടി നീ തന്നെ എടുത്ത് കഴിച്ചിട്ട് ചുമ്മാ ഉടായ്പ പറയാൻ എന്റെ തലയിടാൻ നോക്കണ്ട. ഞാൻ എടുത്ത് കഴിച്ചത്. ഞാൻ എപ്പോ എടുത്ത് കഴിച്ചെന്ന് സത്യം പറ. നീ എല്ലാം മൊത്തം നിന്ന് നിർത്തേ. ആ ഞാൻ എടുത്ത് കഴിച്ച്. നീ കൂടുതൽ ഉടായ്പ കാണിക്കണം. അത് എന്റെ മുട്ടായി. അതെ അതെ അതൊക്കെ മോള് മനസ്സിലാച്ചാൽ ഇട്ടാ ഇത് എന്റെയാണ്. എവിടെ വെച്ചിട്ടായാലും ഒരു പരിപാടി നടക്കില്ല. വഴക്കുണ്ടാക്കണമെങ്കിൽ അപ്പുറത്തെ കാര്യം പോയി വഴക്കുണ്ടായിക്കോണം. രണ്ടെണ്ണം കൊണ്ട് ഇവിടെ കിടന്ന് വഴി വിടാക്കുന്നത് നിനക്ക് കിട്ടും. അടുത്തെറിഞ്ഞ് നിനക്ക് കിട്ടാ. പിന്നല്ലാണ്ട് ചോക്ലേറ്റ് ആദ്യമായിട്ട് കാണുന്ന പോലെയുള്ള കാണിക്കുന്നത്. ആക്രാന്തം കണ്ടില്ലേ? വേറെ ഇല്ല. ഇത് മനുഷ്യനും ചെയ്യും ഒറ്റക്കിടന്ന് അടുക്കള കിടന്ന് പണി പണിയാ. ഒറ്റണില്ല സഹായിക്കാൻ. അതിനിടക്ക് ശല്യപ്പെടുത്താനായിട്ട് മനുഷ്യന്റെ മനസമാധാനവും കളയും. ഓ എന്ന് വെച്ചാൽ നീ മാത്രം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്, ബാക്കിയെല്ലാം വെറുതെ ഇരിക്കല്ലേ? അങ്ങനെയാണ് മനസ്സിലാക്കിയെങ്കിൽ അങ്ങനെ. അല്ലാണ്ട് പിന്നെ വേറെ എന്ത് പറയാനാണ്? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്തു തരണേ എനിക്ക്? നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി പിന്നെ അങ്ങനെ. അല്ലെങ്കിൽ ഞാൻ എന്താ പറയാനാ? കൊറേ നാളായി തുടങ്ങിയിട്ട് മനുഷ്യൻ ഒരു സമാധാനം തരില്ല. സമാധാനം കാണ പോലെ എന്നാലും കിടക്കും. രണ്ടെണ്ണവും കൂടി നടക്കുക തല്ലുപിടിക്കാനായിട്ട്. നിങ്ങക്ക് അങ്ങനെയാണോ തോന്നിയത്? അങ്ങനെ തോന്നിയത് അങ്ങനെ തന്നെ വെച്ചോ. അല്ല പിന്നെ വഴക്കണ്ട അങ്ങനെ ഇറങ്ങിയിരിക്കാം അച്ഛനും മക്കളും കൂടെ എന്റെ അടുത്ത്. നിങ്ങൾ ഈ വീടിന്റെ ഗ്രഹനാഥനല്ലേ? നിങ്ങൾ കുറച്ചാളായിട്ട് ഈ വീടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുണ്ടാ? ഓ ഒന്നും ചെയ്യണ്ട. മര്യാദക്ക് ഒന്ന് സംസാരിക്കുക പെരുമാറുക ചെയ്താൽ മതിയായിരുന്നു. അതുപോലുമില്ല. ഓ ഇനിയിപ്പോ അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്നും സംസാരിച്ചു തരാൻ മര്യാദക്ക്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സ്വാർത്ഥനാ സ്വാർത്ഥൻ. സ്വാർത്ഥൻ എന്റെ കയ്യിൽ എന്നെ കണ്ട് തൊട്ടിട്ടുണ്ടെങ്കിലല്ലേ എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലാന്ന് വേണ്ട. നിനക്കൊരു ഭർത്താക്കന്മാരെ വിലയില്ല. ലോകത്തിലെ സകല ഭർത്താക്കന്മാരെ വിലയിലാണ് സംസാരിക്കുന്നത്. ഇനി വീട്ടിൽ ഞാൻ നിൽക്കുക, ഇറങ്ങി പോകാൻ പോകണം. ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ തോന്നുന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. അല്ല പിന്നെ അല്ലെങ്കിൽ ആണുങ്ങളെ ചെയ്യണമെന്ന് കാണുകടി ആരും. നീ എന്നെ മാത്രമല്ല അപമാനിച്ചത്, ഭർത്താക്കന്മാരെ മുഴുവൻ അപമാനിച്ചത്. ഇനി ഞാൻ ഈ വീട്ടിലെ പടി ഓട്ടൂല. നീ ഇതിന് മാപ്പ് പറയാതെ ഞാൻ ഈ വീടിനകത്ത് കയറില്ല. ഞാൻ പോണം. ഞാൻ മാപ്പ് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വീട്ടിനകത്തോട്ട് കയറും. നിന്നെക്കൊണ്ട് ഞാൻ മാപ്പ് പറയിപ്പിക്കോടി. നീ മാപ്പ് പറയുന്നവരെ ഞാൻ പച്ച വെള്ളം കുടിക്കൂല. ഒന്ന് പോവാതെ ഭീഷണിപ്പെടുത്താതെ. നിങ്ങൾ ആണുങ്ങൾക്ക് ഈ ഭീഷണിപ്പെടുത്താനും ഒച്ച കൊടുക്കാനും മാത്രമേ അറിയാൻ പാടുള്ളൂ. വല്ലാണ്ട് വേറെ വല്ലതും അറിയാമോ? ഓ പിന്നെ കാണിച്ചു തരാം. ആണുങ്ങളെ അടച്ചാക്ഷേപിക്കാൻ അവൾ ആരെന്നാണ് വിചാരം? എന്ത് പ്രശ്നം ഉണ്ടാവണം? ഇനി ഒരു നിമിഷം പോലും നമ്മളെ വീട്ടിൽ നിൽക്കാൻ പാടില്ല. നമ്മളെ വീട്ടിൽ അധികപ്പെട്ടാണ് കഴിച്ചു. അവളിങ്ങനെ പറഞ്ഞ നടത്തിട്ട് അവളെ അഹങ്കാരം. നിന്റെ അമ്മ അല്ല തന്നെ. അത്രേ ഉള്ളായിരുന്ന. ഇനി ഈ വീട്ടിൽ നമ്മൾ കയറൂല. നിന്റെ അമ്മ ഒന്ന് മാപ്പ് പറയാതെ പച്ചവെള്ളം നമ്മൾ കുടിക്കൂല. ഈ ഇടക്കിടക്ക് നമ്മളെന്ന് പറയുന്നത് എന്തിനാ? ആടാ ഇനിയും നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ആ പാറമട ചാടി ചത്താ മതി. അച്ഛനൊക്കെ നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? നിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താണ് സംശയം? അല്ല ഈ വീട്ടിൽ കയറാൻ പാടില്ല, പച്ചവെള്ളം കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചത്. കുറച്ച് കഷ്ടപ്പെട്ടാലേ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റും. ഇപ്പൊ അതിന് ഞാൻ എന്തിനാണ് വരേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിനക്ക് അച്ഛൻ്റെ അവിടെ നിൽക്കാൻ വയ്യല്ലേ? നിനക്ക് കാരണമൊക്കെ നിനക്ക് ബോധ്യപ്പെടുത്തണം അല്ലേടാ? അയ്യോ അങ്ങനെയൊന്നുമല്ല. എടാ നിന്നെ ഞാൻ എങ്ങനെ വളർത്തിയെന്ന് അറിയാമോ? എൻ്റെ ഉള്ളം കയ്യിൽ വെച്ചാൽ നിന്നെ വളർത്തിയത്. നീ എന്നോട് ഇങ്ങനെ പെരുമാറണം കേട്ടാ. ഞാൻ അച്ഛന്റെ സൈഡ് തന്നെ, പ്രശ്നം തീർന്നല്ലേ? ശരി, ഇനി നമ്മളെ കളി ഇവിടെ കാണാനിരിക്കുന്നേ ഉള്ളൂ. വാടാ വാ. അമ്മേ അച്ഛനെന്താ രാവിലെ തന്നെ പ്രശ്നം? അച്ഛന് രാവിലെ തന്നെ പ്രശ്നമൊന്നും വേണ്ടല്ലോ വഴക്കിടാനായിട്ട്. അല്ല ഇവിടുന്ന് വഴക്കിട്ടിട്ട് എന്നും പറഞ്ഞാ പോയെ? എനിക്കറിയാമല്ല. ഇനി ഇങ്ങോട്ട് കയറി വരത്തില്ല, ഇവിടെ ഇനി ഫുഡൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞ ഒറ്റ പോക്ക്. എങ്ങോട്ടാ പോണേന്ന് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കൈ കാശില്ലാത്തോണ്ട് ദൂരെ എവിടെയും പോകാൻ സാധ്യതയില്ല. ഈ പുറത്തെവിടെയെങ്കിലും കാണും. പുറത്തൊന്നും കണ്ടില്ല, അതാ ഒന്ന് ചോദിച്ചേ. ബാലച്ചൻ പോകുന്ന വഴിക്കാ കേശുവിനെ കൊണ്ടാ പോയത്. ഈ കേശുവിനെ കൊണ്ടുപോയ എന്തിനാണ്? അതിനെപ്പറ്റി എന്തെങ്കിലും അമ്മയ്ക്ക് അറിയാവോ എന്നറിയാൻ വേണ്ടിട്ടാണ്. പേടിച്ചിട്ടാണെങ്കിലും ഞങ്ങളിങ്ങനെ. പേടിക്കണത്? അല്ല നേരത്തെ അമ്മ ഞങ്ങളെ തല്ലി ഓടിച്ചായിരുന്നല്ലോ. അയ്യോ നിന്റെയൊക്കെ സ്വഭാവത്തിനെ തല്ലി ഓടിക്കല്ല, കെട്ടിപ്പിടിച്ച് ഉമ്മക്കാണല്ലോ വേണ്ടത്. അത് പിന്നെ ഇവളാകുമ്പോ ഓരോന്നൊക്കെ. ഒന്നാമത് ഞാൻ പ്രാന്ത് പിടിച്ചിരിക്കാണ്. നേരത്തെ കിട്ടിയൊന്നും പോരെ, നീ വേണം എന്റെ കയ്യിൽ നിന്ന്. ഞാൻ ഇനി ഒരു പ്രശ്നത്തിനും ഇല്ല നീലമ്മ. കൂടുതൽ അഭിനയിക്കല്ലേ ഇങ്ങോട്ട്? ഇല്ലമ്മ കാര്യമായിട്ട് പറയാ. ഞങ്ങൾ ഇനി ഇതേപോലെ വെറുതെ ആവശ്യമില്ലാതെ വഴക്കൊന്നും ഉണ്ടാക്കില്ല. നിനക്ക് നാണമില്ലേ? നിനക്ക് ഇങ്ങനെ പറയാൻ നാണമില്ലേ? എത്ര വയസ്സായി നിനക്ക്? തല്ലുടിക്കില്ലട്ടാമ്മ തല്ലുടിക്കില്ലടാമ്മ എന്ന് പറയാൻ. എന്നാലും അതൊക്കെ വീട്. ഇപ്പൊ അച്ഛൻ എവിടെ പോയെന്ന് അറിയാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ വന്നോളൂ എന്ന് കുറച്ച് ഇങ്ങോട്ട്. അമ്മ ഇത് അതുപോലെ അല്ല അമ്മ, കുറച്ച് സീരിയസ്. അതുകൊണ്ടാ. നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. വഴക്കിട്ട് പോയാലും കുറച്ച് ഇങ്ങോട്ട് വരും. ഇതങ്ങനെ ഒരു പോക്കല്ല നീലമ്മ. അമ്മയ്ക്ക് അറിയാവുന്നല്ല അച്ഛൻ്റെ സ്വഭാവം. എത്ര വാശിയിട്ട് വഴക്കിട്ട് ഇവിടുന്ന് പോയാലും നമ്മൾ ആരെങ്കിലും ചെന്ന് അച്ഛാ വാന്ന് പറഞ്ഞാൽ അച്ഛൻ അങ്ങ് കൂടെ പോരും. എന്നാ പോയി വിളിക്ക്, ഞാനൊന്നും. എന്നാ പിന്നെ നോക്കാല്ലേ. ബടി
എന്നാലും ഇവരിത് അവിടെ പോയി കാണുന്നില്ലല്ലോ. ജംഗ്ഷനിലെങ്ങാനും പോയിട്ടുണ്ടോ? അമ്മ പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ അതിനൊക്കെ ചാൻസ് കുറവായിരിക്കും. ഈ ബാലിച്ചന്റെ കാര്യം ഉണ്ടെന്നും പറയാൻ പറ്റൂല. ചിലപ്പോ ആ കേശുവിനെ കൊണ്ട് പണം വെച്ചിട്ടുണ്ടാവും. ഒന്ന് പോയാ അവിടെ. എടി 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 തോണ്ടിങ്ങനെ എന്ത് ചെയ്യാ അവര് ചൂണ്ടിടുവാണ്. അച്ഛാ കിട്ടിയതാണ്. ആഹാ രണ്ടുപേരും കൂടെ ഇവിടുന്ന് ചൂണ്ടിടുക. പിന്നെ ഇവിടെ വന്നിട്ട് വേറെ എന്തരീ? എന്താ ബാലിച്ചന് മൈൻഡ് ഇല്ലാത്ത? നിന്നെയൊക്കെ അവള് പറഞ്ഞു വിട്ടായിരിക്കും അല്ലേ? ഞങ്ങളാരും പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ സ്വയം അച്ഛനും കേശുവിനെ അന്വേഷിച്ച് ഇറങ്ങിയതാ. പിന്നെ ഒരു അന്വേഷണക്കാര്. എടാ കേശു, കള്ള കൂട്ടാണല്ലോ, മൈൻഡ് ചെയ്യണ്ടേട്ടാ. അങ്ങനെ പറയല്ലോ ബാലിച്ച. രണ്ടും പോയി പറഞ്ഞേരെ. അവള് മാപ്പ് പറയാ. ഞാൻ കേശു കൊക്കിന് ജീവണ്ടെങ്കിൽ വീടിനകത്ത് കയറില്ല. എന്തിനാ ബാലിച്ച വെറുതെ വാശി പിടിക്കുന്നത്? എന്നെ അവനെ അപമാനിച്ച്. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഞങ്ങൾ രണ്ടുപേരെ കൊണ്ട് ഒന്നിനും കൊള്ളൂലെന്ന്. എന്നിട്ട് ഞാൻ വലിഞ്ഞേറി പറഞ്ഞോ വീട്ടിലോട്ട്. അല്ല അതിന് ആ സമയത്ത് കേശു അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അവൻ ഇല്ലെങ്കിലും എന്നെ പറഞ്ഞ അവനെ പറയും പോലെ അല്ലടാ കേശു. ഓ അങ്ങനെ തന്നെ. ആ അതൊക്കെ പറഞ്ഞ മിടത്തൊക്കെ വീടച്ചാ. അമ്മ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നോക്കിയിരിക്കുക. കേശു ആടാ പോയി കഴിച്ചാലേ, കഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെയും വേണമെങ്കിൽ ഇറങ്ങാം. നിനക്ക് നാളെ കേശു. ബാലചന്ദ്രൻ തമ്പി അഭിമാനിയാണ്. അവളെ കുട്ടമ്മളെ മോളെ ചെന്ന് പറ ഇങ്ങനെ നമ്മളെ കുപ്പി ഇറക്കാൻ പറ്റും. കുട്ടം കണ്ടാ മതി, ചാരി വീഴണടാ. എന്റെ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ, ഇത് അമ്മയായിട്ട് പറഞ്ഞു വിട്ടതല്ല. ഞങ്ങളായിട്ട് വന്നതാ. എടാ നീ കേട്ടാ, നമ്മള് പോയിട്ട് നിന്റെ അമ്മയ്ക്ക് അന്വേഷിക്കാനുള്ള മനസ്സോരില്ലെന്ന്. എന്താ അച്ഛാ, അച്ഛനോട് തർക്കിക്കാനല്ല ഞങ്ങൾ വന്നത്. അച്ഛനെ കേശുവിനെ വിളിച്ചോണ്ട് വീട്ടിലോട്ട് പോയാ. ഞാൻ വരൂലെന്ന് പറഞ്ഞാൽ വരൂല. അഥവാ ഞാൻ പറഞ്ഞെങ്കിൽ നേരത്തെ പറഞ്ഞാലും നിന്റെ അമ്മ ഇവിടെ വന്ന് മാപ്പ് പറയണം. അത് എൻ്റെ അടുത്ത് മാപ്പ് പറയണം. അല്ലടാ നീ എന്തിനാണ് ഇറക്കി ഈ ബാലിച്ചനോട് സമരം ചെയ്യുന്നത്? അതെനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ അച്ഛൻ വിളിച്ച് ഞാൻ അച്ഛൻ്റെ കൂടെ ഇറങ്ങി വന്നു. എടാ നിനക്ക് വിശക്കുന്നില്ലേ? അതുകൊണ്ട് എടാ നീലമ്മ ഇവിടെ നല്ല ചൂട് ചിക്കൻ കറി, നല്ല കുരുമുളകിട്ട ബീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാണല്ലടാ എനിക്ക് കുട്ടത്തോറി ഓടി ചെന്ന് കയറാൻ. നിനക്ക് ഞാൻ എല്ലാം വാങ്ങിച്ചു തരാം. വാങ്ങിച്ചു തരാം. അച്ഛൻ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞത് ഒന്നും മേടിച്ചു തരൂല. ആണോ അച്ഛാ? എടാ നിനക്ക് ഞാൻ എപ്പോഴെങ്കിലും വാങ്ങി തന്നിരിക്കുന്നു. നമ്മളിപ്പോ തോറ്റെടുക്കാൻ പാടില്ല. ശരി ശരി. എന്നാലും ബാലിച്ച നല്ല ചൂട് ബീഫ്. എന്താണത്? കുറെ നേരം കുടുംബാന്ന് ഞങ്ങളുടെ പറയുമ്പോൾ അവിടുത്തെ പോയി പറ. അവള് മാപ്പ് പറഞ്ഞ പ്രശ്നമല്ല സോൾവ് ആവും. എന്താന്ന് നോക്കിയിരിക്കണേ? അവിടെ പോയി പറയാൻ പേടിയാണ്. ഞങ്ങൾക്ക് എന്തിനാ പേടി? ആ പേടി തന്നെ. ഞങ്ങള് രണ്ടുപേരും പാവങ്ങളായോണ്ട് എന്ന് പറഞ്ഞ് പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ? പിന്നെ ഇവിടെ ഇരി. മക്കള് വന്ന് കയറി ചൂണ്ടേ കുരുങ്ങി. ചെന്തിരിച്ചത് അവിടെ ഇട്ടിട്ട് അച്ഛാ. അച്ഛാ അച്ഛാ നമുക്ക് വീണ്ടും അങ്ങോട്ട് പോവാ. എന്തിന്? അല്ല ഇതിപ്പോ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഇതിപ്പം ഇവരവിടെ ചെന്ന് പെട്ടെന്ന് അമ്മയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് പെട്ടെന്ന് അമ്മ ഒന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അകത്തേറി ഫുഡ് കഴിക്കാമല്ലോ. എടാ ക്യാഷ് നിനക്ക് എന്താണ് നാണാൻ വയ്ക്കണേ? എടാ 2 ദിവസം കഴിച്ചിട്ട് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. 2 ദിവസവും? ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഈ പരിപാടി രാജിവെക്കാണ്. എടാ നിന്റെ അമ്മായോട്ട് ഒന്നും പറയാൻ പറ്റൂല. ചിലപ്പോ മാപ്പ് പറഞ്ഞ് എന്ത് ചെയ്യും? അച്ഛൻ ഒന്നും പറയണ്ട. അച്ഛൻ നീ ഒന്ന് അടങ്ങടേ. വാച്ച അവിടെ പോയിരിക്കുക. ശരി എന്നാ പോവാ. പക്ഷെ മാപ്പ് പറയാതെ ഞാൻ വീട്ടിൽ കയറൂല. ഓ നമ്മൾ എന്തിനാ വെച്ചാ ഇതിന്റെ അടി വന്നിരിക്കണോ? ഇതിന്റെ അടി വന്നിരുന്നുണ്ട് വല്ല ഗുണമുണ്ടോ? എടാ ഞാൻ നിന്നെ ഈ വീട്ടിന്റെ പരിസരത്ത് തന്നെ മാറ്റി അവിടെ കൊണ്ടുപോയ കാര്യം നിനക്ക് അറിയാടാ? ഇല്ല. നിനക്ക് ഈ വീട് കാണുമ്പോൾ നിന്റെ ആവശ്യം നിന്റെ ദുശ്ചിന്തകൾ നിനക്ക് തോന്നും എനിക്ക് അറിയായിരുന്നു. എന്താ വെച്ചാ ഇത് നമ്മുടെ വീടല്ലേ വെച്ചാ? എടാ മനുഷ്യനെ കുറെ നാണം വേണടാ. അതെങ്ങനെ? ഭക്ഷണം എഴുതി കാണിച്ചാൽ മതി, അപ്പൊ അവരെ പറയുന്നത് പോകും. വിശപ്പല്ല വെച്ചാ നാണം കേട്ടവനെ. ഇനി വിളിച്ചു വരുത്തിന്ന് വേണ്ടായിരുന്നു. എന്തൊക്കെയാ രണ്ടാണെന്താ എവിടെ ഇരിക്കണേ? ഞങ്ങള് കാറ്റ് കൊള്ളാൻ വന്നിരുന്നത്. കാറ്റ് കൊള്ളാൻ? അത് കൊള്ളാലോ. ബാലു എന്താ പറ്റി? എന്ത് പറ്റി? ഇതെന്താ ബാലു? എന്താ വലിയ മൈൻഡിലായിരിക്കും? അല്ല വലിയ മൈൻഡിലായിരിക്കണ എന്താ? ഓ ഞാൻ ഇനിയിപ്പോ മൈൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലെ രാംകുമാർ പുറപ്പെട്ട് പോയാണ്, അത് അടിച്ച് പുറത്താക്കിയതാണ്. എന്താ ബാലു അങ്ങനെ ചോദിച്ചേ? അല്ല എപ്പോഴും രാംകുമാർ വഴക്കിട്ട് പടങ്ങി പോകുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഓഹോ, എന്താ ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? ഇവിടെ ഒരു പ്രശ്നം ഇല്ല. പ്രശ്നം ഉണ്ടായിരിക്കാണ് നമ്മൾ രണ്ടുപേരും പുറത്ത് പോയി അറിയിക്കണം അല്ലേ? ഓ എന്തോന്നാണ് ബാലു എനിക്കൊന്നും മനസ്സിലാവുന്നത്. എന്താ പറയുന്നേ? ഞാൻ പറഞ്ഞത് ഹൈമയ്ക്ക് മനസ്സിലാവൂല, പക്ഷെ രാംകുമാറിന് മനസ്സിലാവും. എന്നാ ഞാൻ അകത്തോട്ട് പോട്ടെ. പോയി എല്ലാം കൂടെ ജോയിന്റ് ആവും. ചെല്ലി. അല്ല രാംകുമാർ എപ്പോ വരും? രാം 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഓ രാംകുമാർ അടിച്ച് പൊളിക്കായിരിക്കും അല്ലേ? എന്ത്? രാംകുമാർ എവിടെ സൂചിക്കായിരിക്കും? എവിടാ പോയെടുത്ത്. അങ്ങനെ പറഞ്ഞേ? അല്ല ഹൈമതിന്ന് വിട്ടിരിക്കാനുള്ള അവസരം രാംകുമാർ സാധാരണ പഴാക്കാറില്ല അല്ലേ? എന്താ ബാലു അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ അച്ഛൻ ഇവിടുന്ന് എങ്ങോട്ടെല്ലാം പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഉണ്ട്. അങ്ങനൊന്നുമില്ല. റാം എവിടെ പോലത്തെ പെട്ടെന്ന് തന്നെ തിരിച്ചു വീട്ടിലേക്ക് വരും. അയ്യോ പാവാ ഹൈമ രാംകുമാർ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കാണ്. രാംകുമാർ പഠിച്ച കള്ളനാട്ടാ. പിന്നെ റാം അങ്ങനൊന്നും ചെയ്യില്ലേ? എനിക്കിപ്പോ ഹൈമാതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. വിശ്വസിച്ചാൽ അല്ലടേ.
ഞാൻ അങ്ങോട്ട് അകത്തോട്ട് പോട്ടെ. നിങ്ങൾ വരുന്നില്ല അങ്ങോട്ട്? നമ്മള് പറഞ്ഞില്ല ഇപ്പം. ഞങ്ങൾക്ക് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. നിബന്ധനകൾ? എന്ത് നിബന്ധന? അതെ അതെ, എന്നിട്ട് വീട്ടിൽ കയറണുള്ളൂ. ഓ, അപ്പൊ പ്രശ്നം ഉണ്ടാക്കിയിട്ട് രണ്ടാൾ ഇവിടെ വന്നിരിക്കുന്നതാണല്ലേ? ഓ, അങ്ങനൊന്നുമില്ല. ആന്റി അങ്ങോട്ട് ചെല്ല്. രാംകുമാർ അച്ഛൻ എന്തിനാ പാമ്പ് പിടിച്ച രാംകുമാറിന്റെ തലക്കെല്ലാം വെച്ചത്? വാടാടത് അയാളെ മാത്രം അവിടെ സൂചിച്ചിരിക്കണം. നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെട്ടില്ലേ? ഇപ്പൊ രാംകുമാറങ്ങൾ തിരിച്ചു വരുമ്പോ വേഷം മേടിക്കുമല്ലോ. അയാളല്ലെങ്കിൽ പിന്നെ വാങ്ങിക്കാതിരിക്കുന്നത്. അല്ല അച്ഛാ, ഇതിപ്പോ അമ്മ ഒന്ന് സോറി പറയൂ നമ്മളോട്? ഒന്നും പറയാൻ പറ്റില്ലടേ. കണ്ട ഇപ്പം ഇതും കൂടെ അങ്ങോട്ട് കയറി പോവല്ലേ, ഇപ്പം അവിടെ എന്താവുന്നോ നോക്കാം. അമ്മ ഞാൻ പറഞ്ഞൊന്ന് കേക്കുമ്മ. അമ്മ പോയി ഒരു സോറി പറഞ്ഞ് വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ചോറ് പറയണ്ട, എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എന്നോട് ഇങ്ങോട്ട് ചൊറിയാനാ വന്നത് കേട്ടാ. എൻ്റെ അമ്മ പറയുന്നത് ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നല്ലോ അമ്മ പോയി സോറി പറയാതെ അച്ഛൻ വരുമെന്ന്. ആണോ? എന്നാ അവിടെ തന്നെ നിൽക്കട്ടെ. സാധാരണ ആരെങ്കിലും പോയി ഒരു എന്തെങ്കിലും ഒന്നും പറഞ്ഞ് വിളിച്ചതിന് അച്ഛൻ വരുന്നതാ. പക്ഷെ ഈ പ്രാവശ്യം ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക അമ്മ. നീലമ്മ ഒരു സോറി പറഞ്ഞ് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. കൊച്ചെ, ഞാൻ സോറി പറയാനുള്ള തെറ്റൊന്നും ചെയ്തില്ല. ബാലു കുറച്ചുകൂടെ ഉത്തരവാദിത്തോടെ പെരുമാറണം. ഈ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് വഴക്കേണ്ട ആവശ്യം എന്താണുള്ളത്? അമ്മ പറയുന്നതൊക്കെ ശരിയാ, സമ്മതിച്ച്. പിന്നെ ഞാൻ സോറി പറയേണ്ട ആവശ്യമില്ലല്ലോ. നീലമ്മ സോറി പറഞ്ഞാലേ അവരകത്തേക്ക് വരും. നമുക്ക് കൊണ്ടുവരണ്ട അകത്തേക്ക്. എന്നാ പിന്നെ പുറത്ത് നിൽക്കട്ടെ. എത്ര നേരം നിൽക്കുമോ നോക്കാലോ. എന്റെ അമ്മ അച്ഛൻ മാത്രമാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യായിരുന്നു. ഇതിപ്പോ അച്ഛൻ്റെ കൂടെ കേശുവില്ലേ? അവന് വല്ല കാര്യം ഉണ്ടായിരുന്നോ അച്ഛന്റെ പുറകെ പോവാൻ? അച്ഛന്റെ സ്വഭാവം അറിയാലോ. എന്തെങ്കിലും പറ, ഉടനെ അങ്ങോട്ട് ചാടിത്തുള്ളിയൊക്കെ പോയിക്കോളും. അവര് നല്ല വിശപ്പുണ്ടമ്മ. പിന്നെ അച്ഛനോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് മാത്രം അവിടെ നിക്കണതാ. എവിടെ നിക്കണ? അവരാ പാറമടയുടെ അപ്പുറത്തുള്ള ഷെഡില്ലേ, അവിടെ ഇരിപ്പുണ്ട്. അമ്മ ഒന്ന് ഓക്കെ പറയുവാണെങ്കിൽ ഞങ്ങൾ പോയി വിളിച്ചോണ്ട് വരാം. എന്ത് പറ്റി? ഇത്ര സീരിയസ് ആയ വിഷയമാണോ? അമ്മ എങ്ങനെ അറിഞ്ഞു? അല്ല, ഞാൻ വരുമ്പോ ബാലു ഉണ്ണിക്കുട്ടൻ അവിടെ ഇരിപ്പുണ്ട്. അവര് വന്നാ? ആ, അതാ അവിടെ ഇരിപ്പുണ്ട്. എന്താ പ്രശ്നം എന്താ? അത് നീലുമ്മയും ബാലോച്ചനും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പണക്കുക. നീലുമ്മ ഒന്ന് സോറി പറഞ്ഞ് വിളിച്ചാലേ ബാലോച്ചൻ വരത്തുള്ളൂ, ഫുഡ് പോലും കഴിക്കുള്ളൂ എന്നാ പറയുന്നത്. അയ്യോ, ഇത് ഭയങ്കര തീരുമാനങ്ങളാണല്ലോ. അമ്മ അവര് പുറത്തിരിപ്പുണ്ട്, ഒന്ന് പോയി വിളിച്ചാൽ അവർ വരുമേ. നീലു, അല്ല കാര്യം എന്താന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും കുട്ടികൾ പറയണ സ്ഥിതിക്ക് നീലു പോയി വിളിക്കുന്നത് നല്ലതെന്നാണ് എനിക്കും തോന്നുന്നത്. അത് തന്നെ അമ്മ. ശരി, ഇനിയിപ്പോ നമ്മൾ വിളിക്കാത്തോണ്ട് അവര് വരാണ്ടിരിക്കണ്ട. നമുക്കിവിടെ ഒന്നും പറയാനുള്ള അവകാശമൊന്നും ഇല്ലല്ലോ. വാ പോവാ. നീലമ്മ അവരൊന്ന് അകത്തോട്ട് കേറി കിട്ടിയാൽ നമുക്ക് എന്തോ വേണേലും ചെയ്യാം. ദിയ, അമ്മ എന്തായാലും അവരെ വിളിക്കല്ലേ. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു ചെറിയൊരു സോറി കൂടെ പറയാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടാ സോറി ഒന്നും എന്നെ കൂടെ പറയാൻ പറ്റില്ലെന്ന്. പിന്നെ അതും പറഞ്ഞു വരല്ലേ? നീലമ്മ ഒരു കുഞ്ഞ് സോറി പറഞ്ഞ എന്നാ പറ്റാനോ? വെറുതെ ഒരു സോറി ഒക്കെ പറയണം. ലച്ചു, ഞാൻ ആദ്യം പറഞ്ഞതാണ് കേട്ടോ സോറി പറയാൻ പറ്റില്ല. കൊച്ചെ മിണ്ടായി കൊച്ചെ. നീലമ്മ ഒരു സോറി പറഞ്ഞ് അവരൊന്ന് അകത്തോട്ട് കൊണ്ടുവന്ന അവരെ കൊണ്ട് 1000 സോറി ഞാൻ പറയിക്കും. കൊച്ചി തലയ്ക്ക് ഇതിന് കുഴപ്പമുണ്ടോ കൊച്ചെ? അയ്യ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എന്തുവാടേ? ഒത്തില്ല. അമ്മ വേറെ ഒന്നും ആലോചിക്കണ്ട. ആ കേശുവിന്റെ കാര്യം മാത്രം ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് ഞാൻ പോയി വിളിക്കാന്ന് വരെ പറഞ്ഞത് കേട്ടാ. ആ എന്നാ വാ, അവര് പുറത്തിരിപ്പുണ്ടല്ലോ, വാ. അതുകൊണ്ടച്ച എല്ലാരോട് പറഞ്ഞു വരട്ടടാ, മാപ്പ് പറയാനായിരിക്കൂ. പിന്നെ എല്ലാവരും എന്തിന്? അല്ല, എല്ലാരും കൂടെ ഒരുമിച്ച് വരുന്ന കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എടാ, അവർക്ക് ഒറ്റയ്ക്ക് ഇവിടെ വന്ന് മാപ്പ് പറയാൻ ചളിപ്പ്. അവർ കൂട്ടിന് ആളെയും കൂടെ വിളിച്ചോണ്ട് വരെയാണ്. ആണോ? ആ, ചിലപ്പോ നമ്മൾ അടിച്ചാത്തോണ്ട് തന്നെയാണോ? അല്ല, അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം നോക്ക്, കൂടെ 2 വിളഞ്ഞ വിത്തുകളാണ്. മാത്രമല്ല ഹൈമാൻഡി ഉണ്ട്, അറിയാല്ലേ? ഹൈമാൻഡിക്കാണെങ്കിൽ റാങ്കുവാറങ്ങൾ ഇടിച്ച് നല്ല പരിചയമുണ്ട്. പേടിപ്പിക്കണേ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആ പിന്നെ ഇടിക്കും. എന്താ സ്വഭാവം മാറും. അപ്പം സ്വഭാവം മാറിയിട്ട് വല്ല കാര്യമുണ്ട്? മേടിക്കാനുള്ള മൊത്തം മേടിച്ച് കൂട്ടിയിട്ട് നീ ചുമ്മാ ഇടാ കാശു. താണ്ടച്ച അവരും എത്താറായിട്ടാ. നീ ചുമ്മാ പേടിപ്പിക്കല്ലേ. ഓടിയല്ലേ? ഓടാ. നീ ധൈര്യം ഞാൻ ഇല്ലേ? അത് തന്നെ എന്റെ പേടി. ചുമ്മാടാ ഓടാ വാച്ചാ. സോറി പറയാൻ വന്നതാ. എന്തോ സോറി പറയാൻ വന്നതാ. ആ, സോറി പറയാൻ വന്നു. നീ പറഞ്ഞിട്ട് പെട്ടെന്ന് പോ. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നും. പിന്നെ കളഞ്ഞിട്ട് പോകാൻ പറ. നിൽക്കാൻ പറഞ്ഞാ അച്ഛാ പോലെ അച്ഛാ, അമ്മ ഒരു ഇൻട്രോ പറഞ്ഞേ ഉള്ളൂ. അമ്മ നമ്മൾ പറയാൻ വന്ന കാര്യം അങ്ങ് പറഞ്ഞാ പോരെ? നീലമ്മ വെറുതെ ഒരു സോറി പറഞ്ഞാൽ ബാക്കി നമുക്ക് അകത്ത് കയറിട്ട് പറയാം. ഗുരുട്ടെ എന്തോടി ചോദിക്കാതെ മന്ത്രിച്ചത്? നീ ഭംഗിയായിട്ടൊരു സോറി പറയാൻ പറഞ്ഞതാ. നിന്നെ എനിക്ക് അറിയാം കേട്ടാ. ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാന്നറിയോ? എടാ മാപ്പ് പറയാൻ എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയണേ കാശു. വേറെ എന്ത് പണി ഇരുന്നിട്ട് പോവാൻ? നദി അറിയണ്ട, എനിക്ക് ഇഷ്ടമുള്ള പണിയാണ്. നീ അറിയേണ്ട കാര്യമൊന്നുമില്ല. അല്ലേ ചോദിച്ചാൽ ശരിയാവില്ല. ഞാൻ പോണേ. നിങ്ങളത്തേക്ക് വരണം. എത്തേക്ക് വരണേ? എഴുന്നള്ളി ചൂണ്ട വന്നതാ. സ്വാഗതം പറയടി. സോറി സോറിന്ന് കേട്ടില്ല. ലച്ചു, ഞാൻ പറയാനുള്ള പറഞ്ഞു കേട്ടോ. ഇല്ല, ഈ സോറിക്ക് ഇതൊരു അഹങ്കാരമുണ്ട്. ഈ സോറിക്ക് ഒരു അഹങ്കാരം ഉണ്ട്. കാശു ഇല്ലേ? ചെറുതായിട്ട്. നിനക്കെന്താ
പിടിക്കണ നീ അല്ല അത് സോറി അമ്മേ മാപ്പെന്ന് പറയാം അതിൽ അഹങ്കാരം പിടിക്കാൻ പറ്റൂല അല്ലേ അതിൽ അഹങ്കാരം വരാൻ വല്ല പാടാണ്. ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ പോണു. അമ്മ, 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 അമ്മ. പറഞ്ഞില്ലേ ഞാൻ? എന്തായാലും ഇതുവരെ ഒന്നല്ലേ, മര്യാദയ്ക്ക് ഒരു സോറി പറഞ്ഞാ മതി. മാപ്പോടെ സോറി. അഹങ്കാരം കണ്ട പോക്കണ്ട അവള്. ബാലു, നീല് വന്ന് സോറി പറഞ്ഞല്ലോ, അകത്തേക്കും വിളിച്ചില്ലേ, പിന്നെന്ത്? ഇതിൽ കൂടെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അച്ഛാ. ബാലേച്ച ഇനി നിങ്ങളാ തീരുമാനിക്കട്ടെ, എന്താന്ന് വെച്ചാൽ ചെയ്തു. വാ ബാലു, വാ ബാലു. ഞാനും വരുന്നു. അച്ഛാ അമ്മ ഒന്ന് സോറിയും പറഞ്ഞ് അകത്തോട്ടും വിളിച്ചില്ലേ അച്ഛാ? എടാ വിളിക്കുമ്പോ തന്നെ ചെന്ന് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ എന്തോ വിലയുണ്ടാ നമുക്ക്. ഓ അങ്ങനെ കാഞ്ഞ മുത്തിയന്നെ കേട്ടോ അച്ചാച്ചന്. ഇച്ചിരി വെയിറ്റ് ഇട്ടൊക്കെ ചെന്നാലേ വില ഉണ്ടാവുള്ളൂ മക്കളെ. കേശു, ഓ നീ ഏറെ പഠിക്കേണ്ടിയിരിക്കും ഉറപ്പായിട്ട്. അല്ല അച്ഛാ, എനിക്ക് വേറൊരു ഡൗട്ട്. ഇതിപ്പോ നമ്മളെ തഞ്ചത്തിനകത്ത് കൊണ്ടുപോയിട്ട് ഇടിക്കാനായിരിക്കും. പിന്നെ അങ്ങനെയൊന്നുമില്ല. നീ നേരിട്ട് ഞാൻ ഇരിക്കല്ലേ. പോവാം പോവാം പോവാ, ഇവിടെ നിന്നോണം. ഞാൻ എല്ലാവരും വേറെ അവിടെ നിൽക്കാൻ. കേശു, ഓ നീ ഇവിടെ നില്ല്. ആ ചകത്തൊരു പ്രകടനം നടത്തിട്ട് തിരിച്ചു വരാം. ഞാൻ വിളിക്കുമ്പോൾ നീ വന്നാൽ മതി. ഇത്ര വേണോ അച്ഛാ? നിനക്ക് വിശ്വാസമില്ലടേ? അല്ല വിശ്വാസക്കുറവിന്റെ ഒന്നല്ലേ. നീ അവിടെ ദൂരെ മാറിയില്ല. ഇന്ന് അവളെന്റെ തനിക്കോണെന്ന് അറിയാം. നോക്കും നീലോ എന്താ എന്താ വേണ്ടേ? അല്ല നമ്മള് വിചാരിക്കുമ്പോൾ അല്ലല്ലോ നമ്മളെ മക്കള്. മനസ്സിലായില്ല. അല്ല മക്കള് തന്നോളെത്തിയ താനെന്ന് വിളിക്കണമെന്നല്ലേ പ്രമാണം. അല്ല അങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ അവൻ അഭിപ്രായം മാനിക്കണമല്ലോ. താനൊന്ന് വിളിച്ചു അവൻ? ഇല്ല, ആ കിളവൻ ക്യാഷ് കൊടുത്തേ അവ ദുഷ്ടനാണമായി. ഞാൻ പറയടാ മക്കളെ അമ്മ ഒന്ന് വിളിച്ചില്ലടാ, മാപ്പ് പറഞ്ഞിട്ടാ പോകാന്ന് പറയും. പോകാൻ പറഞ്ഞു ഒരിക്കലും പറഞ്ഞില്ല. പോകാൻ പറ, അമ്മയെ പോകാൻ പറ, അങ്ങനെ അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരുവിധം നിർബന്ധിച്ച് വിളിച്ചത് ഇവിടെ പടിയിലെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് കയറില്ല, അകത്ത് കൂടക്കില്ലവൻ. എന്താ അവൻ അങ്ങനെ പറഞ്ഞ? ഓ അങ്ങനെ പറഞ്ഞു മതി. ഞാൻ പറഞ്ഞു മക്കളെ അമ്മ സോറി പറഞ്ഞില്ലടാ. അപ്പൊ അവൻ പറയണത് അഹങ്കാരം പിടിച്ച് അമ്മേനെ സോറി ആക്കി വേണം. ഞാൻ പിന്നെ ഒരുവിധം പിടിച്ച് ഒരുവിധം ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടെ കയറാകത്ത് കയറില്ല, അവൻ കയറൂല, അവിടെ പുറത്തേക്കാണ്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, എനിക്ക് വിശക്കണം. ഞാൻ അകത്ത് പോയി വല്ല കഴിക്കട്ടെ. നിക്ക്, ഒരുമിച്ച് തുടങ്ങിയല്ലേ, ഒരുമിച്ച് അവസാനിപ്പിച്ചാൽ മതി. അവനും കൂടെ വരട്ടെ. വിളി, അവൻ അങ്ങനെയൊന്നും വരൂല. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ചെല്ലി ഇപ്പൊ അവൻ വരും. നോക്കാല്ലേ ഇവിടെ കേശു. ഞാൻ നിന്റെ അടുത്ത് എത്ര ദിവസം പറഞ്ഞു ഇത്ര വാശിയൊന്നും വേണ്ടെന്ന്. അവനിക്കല്ലേ നടനാണ് ഇവൻ. ഓസ്കാർ കൊടുക്കണം, ഓസ്കാർ. അച്ഛൻ തിരിച്ചാ പറയണോ? അച്ഛൻ പറയണേ മൊത്തമല്ല ഞാൻ അതേപോലെ ചെയ്തത്. ഓൻ പാവത്തിനെ പോലെ നിൽക്കണ്ടില്ലേ? കൊള്ളാം. നിനക്ക് രാഷ്ട്രീയ നല്ല ഭാവിയാണ് മോനെ. അച്ഛൻ നേരത്തെ ഇറങ്ങണ്ടായിരുന്നു. വിശക്കണ്ടോ ബാലുവിന്? എനിക്ക് വിശക്കണമെന്നില്ല. ഇല്ലേ? ചെറുതായിട്ട്. എന്നാ പിന്നെ എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കും. എടുത്ത് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. എനിക്ക് ഇവനെ വെറുതെ വിട്ടാ കഴിച്ചിട്ടെ പോയി കഴിക്കേ. അകത്തൊച്ചയും മേളൊക്കെ കേൾക്കും, അങ്ങോട്ട് വരാൻ നിൽക്കണ്ട ആരും. പുറത്തിടിവെട്ടും മഴയും തുടങ്ങി, ഇപ്പൊ ഇവിടെയും തുടങ്ങും. എന്നാലും കേശു ചേച്ചി ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. എടാ നീ അല്ലാതെ ആരെങ്കിലും